രവീന്ദ്രൻ എന്താ മടിച്ചു നിൽക്കുന്നത്? ഇത് സ്വന്തം വീടല്ലേ? വരൂ, സുനിലകത്തുണ്ട്. ഇതെന്താ പ്രഭ ഇത്? എനിക്ക് മനസ്സിലാവണില്ല. ദേ, പ്രഭ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ വലഞ്ഞു പോകും കേട്ടോ. ഈ ടോണിക്ക് ഇതുവരെയും കഴിച്ചില്ലേ? ഞാൻ എടുത്തു വെച്ചിട്ട് മണിക്കൂർ ഒന്നായി. പിടിക്കേ, കഴിക്കേ. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കുറവാ, അതുകൊണ്ട് ഈ ടോണിക്ക് കഴിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞത്. അല്ല, അച്ഛനെന്താ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്? ഓട്ടോറിക്ഷയിൽ നിന്ന് രവീന്ദ്രൻ ഇറങ്ങിയപ്പോ ഒരു നിമിഷം പുറകെ കോമളോ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. കോമളോ ഇവിടെ വരാനോ? അതും പ്രഭ ഇവിടെ താമസിക്കുമ്പോൾ? കാര്യം നടന്നത് തന്നെ. അച്ഛനറിയോ, അടുത്ത കാലം വരെ പുനർജന്മത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. അമ്മ ഗീതയിലെ ശ്ലോകം കൂടെ കൂടെ ചൊല്ലും. ശരീരം പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ജീവൻ ഒരു ദേഹം ഉപേക്ഷിച്ച് വേറൊരു ദേഹം സ്വീകരിക്കുന്നതെന്ന്. അതായത് ശരീരത്തിന് വസ്ത്രം പോലെയാണ് ജീവന് ശരീരം. ഇപ്പോ എനിക്കൊരു പഴയ ജന്മം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനെന്തിന് കോമളത്തിന്റെ ഭർത്താവാകണം? എന്തിനു നനയാതെ ഈറും ചുമക്കണം? ഇപ്പൊ ഞാൻ പ്രഭയ്ക്ക് മരുന്ന് കൊടുക്കുന്നത് അച്ഛൻ കണ്ടു. അച്ഛന്റെ സ്ഥാനത്ത് കോമളം ആയിരുന്നെങ്കിലോ? മോനെ, ഞാൻ വന്ന് കോമളത്തിൻ്റെ കാര്യം സംസാരിക്കാനില്ല. നമ്മുടെ കുടുംബത്തിനേറ്റ മറ്റൊരു വലിയ പ്രഹരത്തെക്കുറിച്ച് പറയാനാ. സൗദാമിനിയമ്മ വിവേകമുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് എന്തും എനിക്ക് നിങ്ങളോട് പറയാം. പക്ഷേ അതിനെനിക്ക് ധൈര്യം പോരാ. ലേശം ലജ്ജയുണ്ട് താനും. സാരമില്ല, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ, പ്രഭയും കേൾക്കണ്ട. ആ സമയം കൊണ്ട് രവീന്ദ്രൻ ഞാൻ ചായ എടുക്കാം. കടുപ്പം കൂടുതൽ വേണമല്ലോ അല്ലേ? ചായയുടെ കടുപ്പത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന കടുപ്പം മുഴുവൻ പോയി. എന്താ? ആ മാനേജർ ജോൺസന്റെ കൂടെ ഒരു മീറ്റിങ്ങിനാണെന്ന് പറഞ്ഞ് ലളിത പോയിട്ട് ദിവസം കുറേയായി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫോണും ചെയ്തിട്ടില്ല. എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. കോമളത്തെ ആശ്വസിപ്പിക്കാൻ ഞാനുണ്ട്. പക്ഷേ എൻ്റെ വേദന ഞാൻ ആരോട് പറയും? എനിക്ക് വേണ്ട ഒരു പിടിവള്ളി. അതുകൊണ്ടാണ് ഞാൻ സുനിലിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ഇത്രയൊക്കെ മാറാൻ അമ്മയെ കൊണ്ടാവുമോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ സമയത്ത് വിവരം പോലീസിൽ അറിയിക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. പോലീസ് അറിഞ്ഞാൽ വിവരം പത്രക്കാരറിയും. ആകെ നാറിപ്പോവും. ശരി, എങ്കിൽ ഞാൻ പോവാ. ലളിതയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ ഫോൺ ചെയ്യാം. അല്ല, അമ്മ ചായ എടുക്കുന്നു, കുടിച്ചിട്ട് പോ. അച്ഛൻ എന്തേ കാണിച്ചത്? എന്നോട് ഒരു അച്ഛനും പോലും പറയാതെ അച്ഛൻ എങ്ങോട്ട് ഓടിപ്പോയത്? ഡ്രോയിങ് ഹാളിൽ നിന്ന് പത്രം വായിക്കുന്ന അച്ഛന് ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയതാ ഞാൻ. ചായയായി വന്നപ്പോ ആളിനെ കാണാനില്ല. മുറ്റത്ത് കാണുമെന്ന് കരുതി, പിന്നെ ബാത്റൂമിലായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന കാര്യം അച്ഛൻ എന്താ ഓർക്കാഞ്ഞത്? ഞാൻ പോയത് നിന്റെ ഭർത്താവിനെ കാണാനാ. നിനക്ക് എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയാം. ഞാനും ഒരു മനുഷ്യനാ. എനിക്കും കരയണ്ടേ? എനിക്കും ശാന്തി വേണ്ടേ? എന്നിട്ട് ശാന്തി തേടി അച്ഛൻ പോയത് സുനിലിന്റെ അടുത്തേക്ക്. അമ്മയെ കാണാനില്ലെന്ന കാര്യമൊക്കെ സുനിലിനോട് പറഞ്ഞോ? പറഞ്ഞു. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞേനെ. മകനില്ലല്ലോ, അതുകൊണ്ട് മരുമകനോട് പറഞ്ഞു. എന്നെ നാണം കെടുത്തി കളഞ്ഞല്ലോ അച്ഛാ. ഞാൻ ഇനി എങ്ങനെ സുനിലിന്റെ മുഖത്ത് നോക്കും? ഇപ്പോഴും നീ നോക്കുന്നില്ലല്ലോ. മനഃപൂർവ്വം ഞാൻ നിന്നോട് പറയാതെ പോയത്. പറഞ്ഞാ നീ സമ്മതിക്കുവോ? നാണമില്ലല്ലോ അച്ഛന് സ്വന്തം ഭാര്യയുടെ കാര്യം മരുമകനോട് പോയി പറയാൻ. സുനിലിന്റെ മുമ്പിൽ ഞാൻ എത്ര ചെറുതായി പോയി. മോളെ, ഭർത്താവിൻ്റെ മുമ്പിൽ വല്ലപ്പോഴും ഒരിക്കേ ഭാര്യയ്ക്ക് അല്പം ചെറുതാകാം, തെറ്റില്ല. അതുപോലെ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിനും അല്പമൊക്കെ ചെറുതാവാം. എന്നെപ്പോലെ എന്നും ചെറുതാകാതെ നോക്കിയാൽ മതി. എന്ന് ഞാൻ തോറ്റുകൊടുത്തു. അതുകൊണ്ടാ നിന്റെ അമ്മ നമ്മുടെ ശമ്പളക്കാരൻ്റെ കൂടെ ഓടിപ്പോയത്. അമ്മ ഓടിപ്പോയിട്ടൊന്നുമില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞ് അമ്മ തനിച്ച് ബന്ധുക്കളുടെ വീടുകളിലും മറ്റു പോയതാണെങ്കിലോ? എടീ, എനിക്കും നിനക്കും അറിയാൻ പാടില്ലാത്ത എത്ര ബന്ധുക്കളുണ്ട് നിന്റെ അമ്മയ്ക്ക്? പറ കേക്കട്ടെ. നീ പറ. Yes. Coimbatore Cotton Export. Whom do you want? I am Tyagarajan, Joint MD.
I want Mrs. Vishalakshi Ammal, Managing Director. ഹു ഈസ് സ്പീക്കിംഗ്? I'm a friend's daughter. സോറി, മിസ്സിസ് വിശാലാക്ഷി അമ്മാൾ ഈസ് നോട്ട് അവർ MD at present. She resigned her post and left Coimbatore. Left Coimbatore? Yes. She has nothing to do with this company at present. Will you please give her new phone number? We don't know. She's absconding. No news about her. We don't know whether she's dead or alive. എന്താ മോളെ? എനിക്ക് ആകെ പേടിയാവുന്നമ്മേ. ചേട്ടത്തിയുടെ ഓഫീസിലേക്ക് തന്നെയാണോ നീ വിളിച്ചത്? ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ത്യാഗരാജനാ സംസാരിച്ചത്. അയാൾ പറയുന്നത് കേട്ടിട്ട് അമ്മേ, അമ്മായിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപകടോ? അമ്മായി ഇപ്പൊ കമ്പനിയിലില്ലെന്ന്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം രാജിവെച്ച് ഒളിച്ചോടി പോയെന്ന്. അമ്മായി ഇപ്പൊ കോയമ്പത്തൂരിലേ ഇല്ല. പിന്നെ നമ്മൾ ഫോൺ ചെയ്താൽ അമ്മായി എങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യും? നിനക്ക് കിട്ടിയത് റോങ് നമ്പർ ആയിരിക്കും മോളെ. വല്ല കള്ളൂടീനെ ആയിരിക്കും ഫോൺ എടുത്തത്. അവന് തോന്നിയതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞതാവും. അല്ലമ്മേ, ഫോൺ നമ്പർ ഒന്നും തെറ്റിയിട്ടില്ല. ആ മനുഷ്യൻ ഒടുവിൽ പറഞ്ഞത് എന്താണെന്നോ? വിശാലാക്ഷി അമ്മാൾ മരിച്ചോ അതോ ജീവിച്ചിരിക്കുന്നോ എന്ന് പോലും അയാൾക്ക് ഉറപ്പില്ലാന്ന്. ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ കുറിച്ച് അതേ കമ്പനിയുടെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ പറയുന്ന വാക്കുകളാണെന്ന് ഓർക്കണം. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ആ ബാലു സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടി ആദ്യം മുരുകൻ ചേട്ടനെയും പിന്നെ അമ്മായിയെയും ആരും അറിയാതെ കൊന്നിട്ടുണ്ടാവോ? അയ്യോ എന്റെ ദൈവമേ, എന്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ചേട്ടത്തിക്ക് മുരുവനെ അങ്ങനെ സംഭവിക്കില്ല. ഈശ്വരൻ ഇക്കാലത്തെ ഏത് ദേശത്തും ഏത് രംഗത്തും ചെകുത്താനല്ലേ അമ്മ ജയിച്ചു നിൽക്കുന്നത്? ഇല്ല മോളെ, അത് വെറും തോന്നലാണ്. ദൈവമേ ജയിക്കൂ. നീ സമാധാനമായിരിക്കും. എന്തും വരട്ടെ, നമുക്ക് കോയമ്പത്തൂർ വരെ പോവാം. സത്യസ്ഥിതി നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. അതെ, അവർ രണ്ടുപേരെയും ആ ബാലു കൊന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ചിലപ്പോ വല്ല കള്ളത്തരവും കാട്ടി സ്വത്തെല്ലാം സ്വന്തം പേരിലാക്കി ബാലു ചേട്ടത്തി ഇറക്കി വിട്ടതാണെങ്കിലോ? നമുക്ക് അന്വേഷിക്കാം. ചേട്ടത്തി ഇവിടെ വിളിച്ചോണ്ട് വന്ന് ഈ വീടും മറ്റു സ്ഥലങ്ങളും ചേട്ടത്തിക്ക് തിരിച്ചെഴുതി കൊടുക്കാം. ചേട്ടത്തി ഇവിടെ വന്ന് എല്ലാം ഏറ്റെടുത്താൽ അതിലേറെ എന്ത് ഭാഗ്യ നമുക്ക് വരാനുള്ളത്. ഏതായാലും 1-2 പ്രാവശ്യം കൂടി പല പേരുകളിൽ കോയമ്പത്തൂരിലെ ഓഫീസിലേക്ക് വിളിച്ചു നോക്കാം. ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പോകേണ്ട ദിവസം തീരുമാനിക്കാം. കൊച്ചമ്മാവന് ഇതറിയണ്ട. കൊച്ചമ്മാവനെ കൊണ്ടുപോവുകയും വേണ്ട. നമ്മൾ തനിച്ചു പോവാനോ? അമ്മ എന്തിനു പേടിക്കുന്നത്? കരുണാലയത്തിലേക്ക് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടല്ലേ വന്നത്? ഇവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പ്ലെയിനുണ്ട്, ട്രെയിനുണ്ട്, എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുണ്ട്. ഇവിടെയും കോയമ്പത്തൂരും പോലീസ് സ്റ്റേഷനും ഉണ്ട്. മരണത്തെ പേടിക്കാത്ത നമ്മൾ എന്തിനാ മനുഷ്യരെ പേടിക്കുന്നത്? എന്റെ മോളെ, നിന്റെ ഈ തന്റെ ഇടം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ചിലപ്പോ ഭയവും തോന്നും. ഭയം 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 ഈ പറച്ചിൽ ആദ്യം നിർത്ത്, എന്നാലേ ഗുണം പിടിക്കൂ. മോളെ, കോയമ്പത്തൂരിൽ പോകുമ്പോൾ നമുക്ക് ഇബ്രാഹിം കുട്ടിയെ കൂടെ കൊണ്ടുപോയാലോ? ഇബ്രാഹിം കുട്ടി തമിഴ് നന്നായിട്ട് സംസാരിക്കും. അതാലോചിക്കാം. ഒരു സമാധാനമില്ല. രാജേഷേ, നോക്കി എന്താ പിടിക്കണ്ട, കുഴപ്പമില്ല. ഏയ് സൂക്ഷിച്ച്. ബാലുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ലെറ്റ് ഹിം സ്ലീപ്. നമുക്ക് ബാലുവിനെ ബെഡ്റൂമിൽ കൊണ്ടുപോകാം. ശിവനും കൂടെ ചെല്ല്. എന്റെ മനസ്സ് വളരെ സ്ട്രോങ്ങാ, പക്ഷെ ശരീരം അത്ര സ്ട്രോങ് അല്ല.
I am capable of withstanding any type of intoxication. വാ നോ 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 പ്രോബ്ലം, ഐ കൻ വാക്ക്. വാ എന്നെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂക്ഷിച്ച് പോ. ഓക്കെ അതേ പോണ വാടാ എന്നെ വിട്ടോളൂ. എന്തിനാ എന്നെ പിടിക്കണേ? നീ കേറ് നോ പ്രോബ്ലം. വാ. സൂക്ഷിച്ചേറ്. തള്ളി കേറ്റടാ. പിടിച്ചോ. രാജേഷ് നോ. അവിടെ ഇരിക്കേ. എടാ തേവു, നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും. നമ്മൾ രണ്ടുപേരിൽ ആരാണ് സ്റ്റഡി എന്ന് ഇപ്പൊ നോക്കാം. നോക്കാം. ആ. ഞാൻ ആ സ്റ്റഡി. നോക്കാടാ. നീ വീഴും, നീ വീഴും, നീ വീഴും. ഐ ആം ത്യാഗരാജൻ, ജോയിന്റ് MD കോയമ്പത്തൂർ കോട്ടൺ എക്സ്പെർട്ട് ലിമിറ്റഡ്. ആ, നീ എന്തോ നിന്റെ എം ഡി ആടാ. നീ ഇവിടെ എന്തോ മല മറിക്കോ? മറിക്കും, മറിക്കും, ചിലപ്പോൾ തിരിക്കും. എന്നൊന്ന് പതുക്കെ, കാണാടാ. വീഴും. എടാ നീ വീഴുമെന്ന്. ഞാൻ ഇപ്പോഴും സ്റ്റഡിയാ. യവന്മാര് നീ വീഴണം. എന്നോട് കളി. വീഴുവോടാ. നിന്റെ കളി. അതെ. എന്തുവാടാ കഷ്ടം. ഓ അയ്യോ നിന്നെ ഞാൻ ഇറങ്ങിയിട്ടാണ്. ഏതായാലും ഈ ഓൾഡ് ലേഡി ഇവിടുന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും. already. Thank you. Thanks a lot. This is a place of freedom and entertainment. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മദ്യാനം മാത്രമാണോ? ആണോ? എനിക്ക് അറിഞ്ഞൂടനെ വിട്ടുപിടി. ആണോന്ന് അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നിന്റെ കമ്പനിയുടെ CEO ഡൽഹിയിൽ നിന്ന് വരുമ്പോ നീ അയാളെ മദ്യം കൊണ്ട് മാത്രമാണ് എന്റർടൈൻ ചെയ്യാറുള്ളത്. കാർത്തിക്കിന്റെ കസ്റ്റഡിയിൽ 1/2 ഡസൻ സുന്ദരിമാരെങ്കിലും കാണും. അതെ, പക്ഷേ ഇവൻ കള്ളനാ. കള്ളൻ കള്ളൻ. ഇവന്റെ മേലധികാരിക്ക് വേണ്ടി മാത്രമേ അവരുടെ സേവനം ഉപയോഗിക്കൂ. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു പിമ്പാണെന്നോ? എന്റെ ജോലി ഞാൻ തുടരുന്നത് എന്റെ ബോസിന് പെണ്ണുങ്ങൾ കൊടുത്തിട്ടാണെന്നോ? സത്യത്തിന് മധുരമല്ല, കയ്പും എരിവും ചൂടും ഒക്കെയാണ്. അതുകൊണ്ടാ ഞാൻ സത്യം പറഞ്ഞപ്പോ നിന്റെ ഭാഷ മാറുന്നത്. നീ ഒന്ന് പറ. അടിച്ചിന്റെ എല്ലാം അടിക്കും ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടാ. എന്തുവാണ്? നീ ഒരു സിൻസിയർ ഫ്രണ്ട് ആണെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്ത് വരുത്തടാ. ഇരിക്കടാ. ഞങ്ങൾ അവരെ ഒന്ന് പരിചയപ്പെടട്ടെ. ലെറ്റ്സ് ഹാവ് ഫൺ. അവിടെ ഇരി. കഷ്ടം തന്നെടാ.